പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വൈകുന്നേരം 3 മണിക്കാണ് പ്രഖ്യാപിക്കുക. തിരുവനന്തപുരത്ത് PRD ചേംബറിൽ വാർത്താസമ്മേളനം നടത്തിയാണ് ഫലം പ്രഖ്യാപിക്കുക. ഈ വർഷം വിജയശതമാനം കൂടുമോ അതോ കുറയുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. കഴിഞ്ഞ വർഷം 99.69% വിജയം. മന്ത്രിയുടെ ഫലപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം 4 മണിയോടുകൂടി വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. റിസൾട്ട് ചെക്ക് ചെയ്യാൻ parishavavan.kerala.gov.in എന്ന വെബ്സൈറ്റും അതുപോലെ ഏകദേശം 8ഓളം വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് റിസൾട്ട് ചെക്ക് ചെയ്യാൻ results.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഔദ്യോഗിക വെബ്സൈറ്റാണിത്. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കേരള SSLC റിസൾട്ട് 2025 എന്ന ലിങ്കിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റിസൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ഷീറ്റ് കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുക. എല്ലാവരും ഒരേ സമയത്ത് റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ സൈറ്റിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാലും എത്രയും പെട്ടെന്ന് എല്ലാവർക്കും റിസൾട്ട് അറിയാൻ സാധിക്കും. ഇതുകൂടാതെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നാളത്തെ റിസൾട്ട് അറിയാൻ വേണ്ടി വിദ്യാർത്ഥികളൊക്കെ വളരെയധികം ടെൻഷനിലാണ്. അതിനേക്കാളും ടെൻഷനിലായിരിക്കും രക്ഷകർത്താക്കൾ. ആദ്യം ഒരു കാര്യം ചിന്തിക്കുക, SSLC പരീക്ഷാഫലം എന്നത് ലോകാവസാനമോ ജീവിതാവസാനമോ അല്ല. ദീർഘദൂര ഓട്ടത്തിലെ ആദ്യഘട്ടം മാത്രമാണ് ഇതെന്ന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും തിരിച്ചറിയുക. പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ അല്പം മോശമാണെങ്കിൽ പോലും അവരെ തള്ളിപ്പറയാതെ ചേർത്ത് പിടിക്കുക. എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നത് കണ്ടെത്തുക. പരീക്ഷ മോശമായി എഴുതാനോ മാർക്ക് കുറച്ച് വാങ്ങാനോ ഒരു കുട്ടിയും ശ്രമിക്കില്ല. കുട്ടിയോടൊപ്പം സമയം ചെലവഴിച്ച് സ്നേഹവും പിന്തുണയും നൽകുക. അവർക്കൊപ്പം രക്ഷിതാക്കളുണ്ടെന്ന ധൈര്യം മക്കൾക്ക് ഏറെ ആശ്വാസകരമാണ്. ഇനി അഥവാ ഏതെങ്കിലും ഒരു വിഷയത്തിന് തോറ്റുപോയാൽ തന്നെ ഈ ജൂൺ മാസം തന്നെ എക്സാം ഉണ്ട്. ഈ വർഷം നഷ്ടപ്പെടാതെ തന്നെ എക്സാം എഴുതി പാസ്സായി ഈ വർഷം തന്നെ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.